നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ലൈഫ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ടിപ്സും ട്രിക്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് വന്നത്. അപ്പോൾ എല്ലാ ആളുകളും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇതിൽ പറയാൻ പോകുന്ന പല ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയൊരു ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി കൂടുതലായിട്ട് എടുക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കൂടുതൽ പവറും കൂടുതൽ ബാറ്ററി എടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഭാഗത്ത് നിന്ന് എങ്ങനെ ബാറ്ററി സേവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണുകളിൽ അമോയിൽഡ് ഡിസ്പ്ലേ ആയിരിക്കാം. അമോയിൽഡ് ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യുന്ന സമയത്ത് അമോയിൽഡ് ഡിസ്പ്ലേക്ക് കൂടുതൽ പവർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഡാർക്ക് ആയിട്ടുള്ള ഏരിയകളിൽ കൂടുതൽ പവർ കൊടുക്കേണ്ട ആവശ്യമില്ല അമോയിൽഡ് ഡിസ്പ്ലേക്ക്. നമ്മൾ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ നമ്മുടെ കണ്ണിൻ്റെ സ്ട്രെയിനും കൂടി കുറച്ച് കുറക്കാനായിട്ട് പറ്റും. പല ആളുകളും ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യാതെ നമ്മൾ ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്ന പല ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണിനും കുറച്ചുകൂടി നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ലൈഫും കൂടി കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ലൈഫ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി കൂടുതലായിട്ട് എടുക്കുന്ന വേറൊരു ഘടകമാണ് സ്മാർട്ട് ഫോണിൻ്റെ ബ്രൈറ്റ്നസ്. നമ്മൾ ബ്രൈറ്റ്നസ് കൂടുതലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ കൂടുതൽ ബാറ്ററി എടുക്കും. അതേപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ കൂടുതലായിട്ട് ചൂടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മളെ കണ്ണിന് കൂടുതൽ പ്രശ്നത ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ചിടുക. നമ്മൾ ഔട്ടോ ബ്രൈറ്റ്നസ്സിൽ ഒരിക്കലും ഇടരുത്. ഔട്ടോ ബ്രൈറ്റ്നസ്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മുമ്പിൽ ലൈറ്റ് ഇട്ടാലോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കറങ്ങുന്ന സമയത്ത് ബ്രൈറ്റ്നസ് നല്ല മുകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്മാർട്ട് ഫോണിൻ്റെ ബ്രൈറ്റ്നസ് ഒരിക്കലും ഔട്ടോ ബ്രൈറ്റ്നസ് ഇടരുത്. ഔട്ടോ ബ്രൈറ്റ്നസ് ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്തായിരിക്കും ചിലപ്പോൾ ബ്രൈറ്റ്നസ് കൂടുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഔട്ടോ ബ്രൈറ്റ്നസ് ഡിസേബിൾ ചെയ്തിട്ട് നമ്മളെല്ലാ സമയത്തും നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാ ബ്രൈറ്റ്നസ്, ഔട്ടോ ബ്രൈറ്റ്നസ് ഇടാതെ നമുക്ക് ആവശ്യമുള്ള ബ്രൈറ്റ്നസ് നമ്മൾ തന്നെ സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കണ്ണിന് കുറച്ചുകൂടി നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ചൂടാവില്ല. നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാനായിട്ട് വരും. അതേപോലെ നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ വൈബ്രേഷൻ, ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ നമ്മൾ വൈബ്രേഷൻ കൊണ്ടുവരും. കീബോർഡിൽ വൈബ്രേഷൻ ഉണ്ടാവും. നമ്മൾ ഓരോരോ ലെറ്റർ ടച്ച് ചെയ്യുന്ന സമയത്ത് വൈബ്രേഷൻ ഉണ്ടാവും. നമ്മളത് ജസ്റ്റ് ഓഫ് ചെയ്ത് നോക്കുക. ഈ വൈബ്രേഷനും ടച്ച് സൗണ്ടുകളൊക്കെ കുറച്ചുകൂടി ബാറ്ററി എടുക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കീബോർഡാണെന്നുണ്ടെങ്കിൽ കീബോർഡിൻ്റെ സെറ്റിങ്സ് പോയിട്ട് അതിൻ്റെ വൈബ്രേഷൻ ഓഫാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഓഫാക്കി വെക്കുക. അതേപോലെ തന്നെ ടച്ച് സൗണ്ട് നമ്മൾ ഓഫാക്കി വെക്കുക. ടച്ച് സൗണ്ട് ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ആ ഒരു ടച്ച് സൗണ്ടിൽ എത്ര ബാറ്ററി എടുക്കുന്നുണ്ടോ അത് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ആപ്ലിക്കേഷൻ നമ്മുടെ സ്മാർട്ട് ഫോണിലുണ്ടാവും. ആവശ്യമില്ലാത്ത നമ്മൾ യൂസ് ചെയ്യാത്ത, ഒരിക്കലും നമുക്ക് ഉപകാരമില്ലാത്ത ആപ്ലിക്കേഷൻ നമ്മൾ സ്മാർട്ട് ഫോൺ വാങ്ങിച്ച സമയത്തുള്ളതായിരിക്കും. നമ്മൾ യൂസ് ചെയ്യാതെ കുറേ ആപ്ലിക്കേഷൻ അവിടെ ഉണ്ടാവും. പക്ഷേ അത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ടാവാം. അത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ബാറ്ററി എടുക്കും. അപ്പോൾ നമ്മൾ ആ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ ഏതാണെന്ന് നമ്മൾ നോക്കിയിട്ട് ആ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അത് റൺ ചെയ്യുന്ന സമയത്ത് എത്ര ബാറ്ററി എടുക്കുന്നുണ്ടോ അതും കൂടി കുറച്ച് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ വേറെ ഒന്നാണ്, ആപ്ലിക്കേഷൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ നമ്മൾ ഓഫാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമൂലം കുറച്ചുകൂടി ബാറ്ററി നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ നമ്മൾ ബാറ്ററി ലൈഫ് ഇൻക്രീസ് ചെയ്യാനുള്ള വേറെ ടിപ്പാണ്, നോട്ടിഫിക്കേഷൻ എല്ലാ സമയത്തും നമ്മുടെ മൊബൈൽ ഫോണിൽ വരാറുണ്ട്. അത് ജസ്റ്റ് ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡിസേബിൾ ചെയ്ത് കളയാം. ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസേബിൾ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തുള്ള ബാറ്ററി ഉണ്ടല്ലോ, ബാറ്ററി എടുക്കുമല്ലോ, ആ ഒരു ബാറ്ററി കുറച്ചുകൂടി നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ആവശ്യമില്ലാത്ത കുറേ നോട്ടിഫിക്കേഷൻ പല ആപ്ലിക്കേഷൻ നമുക്ക് വരും. ക്രോമെന്നാണെങ്കിലും മറ്റു പല ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്ത് വെക്കുക. നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ലോങ് പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡിസേബിൾ ചെയ്യാനായിട്ട് പറ്റും. മറ്റു പല രീതികളിലും അത് ഡിസേബിൾ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഡിസേബിൾ ചെയ്ത് കളയാം. പിന്നെ നമ്മൾ സ്മാർട്ട് ഫോൺ ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ആ സ്ക്രീൻ ഓൺ ആവും. അപ്പോഴും കുറച്ച് ബാറ്ററി എടുക്കുന്നുണ്ട്. ആ ഒരു ബാറ്ററി നമുക്ക് എന്തെങ്കിലും സേവ് ചെയ്യാനായിട്ട് പറ്റും. ഈ കാര്യങ്ങൾ കൂടുതലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങളുടെ ബാറ്ററി ലൈഫ് അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പല ട്രിക്സുകളും നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.